ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുൾ ആകുന്ന കുറേയധികം ടിപ്സ് ആൻഡ് ട്രിക്സുകളുമായിട്ടാണ് കേട്ടോ. കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ടിപ്സിൽ കൂടി യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ചധികം നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങില്ലേ. അപ്പോൾ സാധനങ്ങളൊക്കെ നമുക്കിതുപോലെ പോളിത്തീൻ കവറിൽ കെട്ടി തരികയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ഒരു വിധത്തിൽ അഴിയില്ല. നമ്മൾ പിന്നെ ഒരു കത്രികയൊക്കെ വെച്ച് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങൾ വേറെ പാത്രത്തിലേക്ക് ആക്കുകയാണ് പതിവ്. അങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ആ കവർ പിന്നെ ഒരു യൂസിനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഏതെങ്കിലും ഒരു അറ്റം പിടിച്ച് ഇതുപോലെ ഒന്ന് മുറുക്കി നന്നായിട്ട് ടൈറ്റായി മുറുക്കി കൊടുത്തതിന് ശേഷം മുന്നോട്ടൊന്ന് തള്ളി കൊടുത്താൽ മതി. നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടിപ്സാണിത്. ഏത് സാധനമായിരുന്നാലും നമ്മൾ ടൈറ്റായിട്ടുള്ള കെട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് നിഷ്പ്രയാസം അത് ആ കെട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആ കവർ കൊണ്ട് നമുക്ക് നല്ല യൂസും ആയിരിക്കും. വേറെ എന്തിനെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ കത്രികയൊക്കെ വെച്ച് വെട്ടിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് ആ കവർ ഒരു പ്രയോജനവും വരില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കവറിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം പിടിച്ച് നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കുക. അതിനുശേഷം മുന്നോട്ട് ഇതുപോലെ ഒന്ന് തള്ളി കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ കവർ കെട്ടഴിച്ചെടുക്കാൻ പറ്റും. നല്ലൊരു ട്രിക്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ കുറേ കവറുകളുടെ കെട്ടെന്ന് അഴിച്ച് കാണിച്ചു തന്നത്. നല്ല ഉപയോഗപ്പെടുന്ന ഒരു ട്രിക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ കവർ നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് തോലൊക്കെ വിരിച്ചെടുക്കാൻ വലിയൊരു മെനക്കെട്ട കാര്യമാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തോലൊക്കെ വിരിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണേ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം നമക്കിയ വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഞെരടി കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുക. ഞെരടി കൊടുത്തതിന് ശേഷം നമുക്ക് തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ ചെറിയ ഉള്ളിയൊക്കെ ആ തോലിൽ നിന്ന് വേറിട്ട് കിടക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ കറക്കിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിലിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നീറുകയില്ല, കണ്ണിൽ നിന്ന് വെള്ളം വരികയില്ല കേട്ടോ. പെട്ടെന്ന് സമയവും ലാഭം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ചെറിയ ഉള്ളിയുടെ തോലൊക്കെ വിരിച്ചെടുക്കാൻ പറ്റും നിഷ്പ്രയാസം. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിലുള്ളൊരു ടിപ്പാണ്. നമുക്ക് പിച്ചാത്തി വെച്ച് അതിൻ്റെ ഞെടുപ്പ് കട്ട് ചെയ്യുകയോ പിച്ചാത്തി കൊണ്ട് തന്നെ തോല് വിരിച്ച് കളയുകയോ ഒന്നും വേണ്ട. കുറച്ച് വെള്ളത്തിലിട്ട് ഇതുപോലെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഞെരടി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളി നന്നായിട്ട് പറക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഉള്ളി ഒന്ന് കഴുകിയെടുത്താൽ മതി. പെട്ടെന്ന് ഉള്ളി വൃത്തിയാക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ അടുത്ത ടിപ്പ്, നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് തൊലിച്ചെടുക്കുമ്പോൾ കുറച്ചധികം സമയം പിടിക്കും. ഭയങ്കര പാടുമാണ് നമുക്ക് വെളുത്തുള്ളി തൊലിച്ചെടുക്കാൻ. ഇത് മെനക്കെട്ട ഒരു പണിയാണ് ഈ വെളുത്തുള്ളി തൊലിച്ചെടുക്കുക എന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തൊലിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ്. ആദ്യം ഈ ഓരോ തുടം വെളുത്തുള്ളിയും അല്ലികളൊക്കെ ഇതുപോലെ ഒന്ന് വിടർത്തിയിടുക. അപ്പോൾ എല്ലാ വെളുത്തുള്ളിയുടെയും അല്ലി ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം വേറൊരു ചീനിച്ചട്ടിയിലേക്ക് ഇതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി മൊത്തം ഞാൻ അടർത്തി ഇട്ടിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 തുള്ളി ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ മതി കേട്ടോ, വെളിച്ചെണ്ണ ഏതെങ്കിലും ഒരു ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് കുറഞ്ഞ തീയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. മീതേപ്പുറം ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. തോനി അങ്ങ് ചൂടാക്കി അത് വെളുത്തുള്ളി വെന്ത് പോകരുത്. ആ വിധത്തിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം
കുറച്ച് സമയം തീ ഓഫാക്കുക. അതിനുശേഷം കുറച്ച് സമയം ചട്ടി തന്നെ വെച്ചിരിക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിതാ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഞെരടി കൊടുക്കുക. ഞെരടി കൊടുക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് വെളുത്തുള്ളി തോലിൽ നിന്ന് വേറിട്ട് വരുന്നത്. മുക്കാൽ ഭാഗം ഒരു 75% അത്രയും ഈ തോലിൽ നിന്ന് വന്ന് കിടക്കുന്നത് കാണാം. അത് നമുക്ക് ഒന്ന് പറക്കിയെടുക്കുകയേ വേണ്ടൂ. പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണേ. നല്ല സമയലാഭവും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളവിയതെല്ലാം ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇളവാത്തത് പെട്ടെന്ന് നമ്മൾ അത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. നല്ല തോട് പാട പോലെ ഇളകി വരും. അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ. കുറവ് ഉള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് സമയം ലാഭിക്കാം. പെട്ടെന്ന് ജോലികളൊക്കെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനും പറ്റും. നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല പ്രയോജനപ്രദമാവുന്ന ഒരു ടിപ്പാണ്. ഉള്ളിയൊക്കെ വെളുത്തുള്ളിയും ഇതുപോലെ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് വീട്ടിൽ എപ്പോഴും എന്നും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. തോരനിലായിരുന്നാലും അവിയലിലൊക്കെ ആയിരുന്നാലും ഇതൊക്കെ ഇടേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. അടുത്തതായിട്ടെന്ന് പറയുന്നത്, നമ്മുടെ മല്ലിയിലയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ചധികം വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കറികളിലൊക്കെ ഇട്ടിട്ട് ബാക്കി നമ്മൾ വെച്ചിരിക്കുമ്പോൾ അത് ചീഞ്ഞു പോവുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറാണ് പതിവ്. അങ്ങനെ വരാതിരിക്കാനും കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ മല്ലിയില ആദ്യം നന്നായിട്ട് വേരോടുകൂടി തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ വേര് ഒരു ഭാഗത്ത് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് അടുക്കി വെച്ചിട്ട് കുറച്ച് തണ്ട് കഴിയുന്ന ഭാഗം വെച്ച് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ മല്ലിയില നമുക്ക് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ അരിഞ്ഞെടുത്ത മല്ലിയില നമുക്ക് ഒരു ഉണങ്ങിയ ടർക്കിയിലോ തോർത്തിലോ ഒന്ന് വെതറി കൊടുക്കുക കേട്ടോ. വിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക. വെതറി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. ഒന്നി തുണി വെച്ച് ഒന്ന് ഒപ്പിയെടുക്കുക, അല്ലെങ്കിൽ ഫാനിൻ്റെ മൂട്ടിലിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കാറ്റ് കൊള്ളിച്ചെടുക്കുക. അതിൻ്റെ ഈർപ്പമെല്ലാം മാറി കിട്ടണം. ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഈർപ്പം വാടി കിട്ടിയതിന് ശേഷം, ഒരിക്കലും മല്ലിയില വെയിലത്ത് വെച്ച് ഉണക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഈർപ്പം വാടുന്നത് വരെ ഒന്ന് ഒപ്പിയെടുക്കുക, അല്ലെങ്കിൽ ഫാനിൻ്റെ മൂട്ടിൽ വയ്ക്കുക. അതിനുശേഷം എയർ കയറാത്ത നല്ല അടപ്പ്, എയർ കണ്ടെയ്നറായിട്ടുള്ള അടപ്പ് ഉള്ള ഒരു പാത്രത്തിലേക്ക് ഇതാക്കി കൊടുക്കുക. കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ, കുറച്ച് ലൂസ് വേണം. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ചിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുക കേട്ടോ. എത്ര മാസങ്ങൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. നമുക്ക് കറികളിലൊക്കെ അപ്പോൾ കൂടെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ആ മല്ലിയിലയുടെ മൂട് മാറ്റി വെച്ചില്ലേ, അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു ട്രിക്കാണ് കേട്ടോ. അത് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. അതിനുശേഷം അതിൻ്റെ അടപ്പൊന്ന് ഊരിയതിന് ശേഷം ഈ കഴുത്തിൻ്റെ ഭാഗം വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് വെള്ളം നിറച്ചെടുക്കാം. ഒരു 1/4 ഭാഗത്തോളം വെള്ളം നിറച്ചെടുക്കണമേ. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ആ ഭാഗം എടുത്ത് ഈ മല്ലിയില മുടോടുകൂടിയുള്ള ഭാഗം ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് വേരുകൾ മൊത്തം ഇതുപോലെ ആ അടപ്പിൻ്റെ ഹോളിൽ കൂടി ഇതുപോലെ വലിച്ചെടുക്കുക, പുറത്തേക്ക് വലിച്ചെടുക്കുക. വേരിൻ്റെ ഭാഗം മൊത്തം ഇതുപോലെ ഹോളിൽ കൂടി പുറത്തേക്ക് കടന്നു വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം നിറച്ച കുപ്പിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരിക്കലും വേരിൻ്റെ ഭാഗത്തുനിന്ന് മേലോട്ട് കയറി വരാനുള്ള വെള്ളം പാടില്ല കേട്ടോ. ആ വേരിൻ്റെ ഭാഗം മാത്രം മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളമേ പാടുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമൊക്കെ ഇത് കിളിർത്ത് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ കിളിർത്ത് നമ്മൾ വെട്ടും തോറും അത് വീണ്ടും വീണ്ടും കിളിർത്ത് കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് രണ്ടാമത്തെ ദിവസം കിളിർത്ത് വന്നതാണേ. ഇത് നമുക്ക് മല്ലിയിലയൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വെട്ടിയെടുത്ത് കറികളിലൊക്കെ ഉപയോഗിക്കാം. വെട്ടിയെടുക്കും തോറും വീണ്ടും കിളിർത്ത് വരും. പിന്നെ നമ്മളിത് 2 ദിവസം ആകുമ്പോൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം, അതേ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്പാണേ. അടുത്തത്, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ചധികം വാങ്ങിക്കുമ്പോൾ
കുറച്ച് ദിവസം കിടന്ന് കഴിഞ്ഞാൽ അത് അഴുകി കിടക്കുന്നത് കാണാം. അപ്പോൾ അത് വരാതിരിക്കാനാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഇതുപോലെ മുറത്തിലോ ഒരു പാത്രത്തിലോ കുറച്ച് വെയിലത്ത് വെച്ച് 2 മണിക്കൂറൊന്ന് ചൂടാക്കി എടുക്കുക. കൂടുതൽ സമയം അങ്ങ് വെച്ചിരിക്കേണ്ട കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കാറ്റ് കൊള്ളുന്ന ഏതെങ്കിലും ഭാഗത്ത് ഒതുക്കി വെച്ചാൽ നല്ല ഫ്രഷായിട്ട് കുറേ കാലം കിടക്കും കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ജ്യൂസൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന കുപ്പിയുണ്ടല്ലോ, ചെറിയ കുപ്പി, ആ, അര അര ലിറ്ററിൻ്റെ. അപ്പോൾ അതുപോലത്തെ ഒരു കുപ്പി എടുക്കുക. അതിലേക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് അരി, നമ്മൾ വേവിക്കുന്ന അരിയിൽ നിന്ന് ഒരു പിടി അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതരിയായിരുന്നാലും വേണ്ടില്ല കേട്ടോ. എന്നിട്ട് വെള്ളം അതിൽ നിറച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അപ്പോൾ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോൾ അടപ്പിൽ ഒന്നോ രണ്ടോ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ഇത് ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റോ ഇതൊന്ന് ഒരു സ്ഥലത്ത് അനക്കാതെ വെച്ചിരിക്കുക കേട്ടോ. അത് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ അരിയിൽ നിന്നുള്ള ഇതൊക്കെ ഇറങ്ങി വരാനാണേ. എന്നിട്ട് നമ്മൾ പിറ്റെന്നോ അല്ലെങ്കിൽ 3 മണിക്കൂറിന് ശേഷമോ ഇത് എടുത്തിട്ട് നമ്മുടെ ചെടികളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികളിലുള്ള ആ കീടങ്ങളൊക്കെ ചെടിയെ നശിപ്പിക്കാതെ നല്ല പുഷ്ടിയോടെ വളരാനും ഇത് സഹായിക്കും കേട്ടോ. കീടങ്ങളോ പുഴുക്കളോ ഒന്നും ചെടിയെ ബാധിക്കില്ല. റോസയൊക്കെ ആണെങ്കിൽ നല്ല തളിരോട് കൂടി വന്ന് നല്ല പൂവിടും. അപ്പോൾ അടുത്ത ടിപ്പാണെങ്കിൽ നമ്മുടെ അച്ചാറൊക്കെ ഇടുന്ന കുപ്പി ഉണ്ടല്ലോ, അത് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഈ അച്ചാറിൻ്റെ കുപ്പി നമ്മൾ ആദ്യം ഇതിൻ്റെ അടപ്പിലുള്ള അകത്തുള്ള ഒരു പേപ്പർ കണക്ക് കട്ടി പേപ്പർ ഉണ്ടല്ലോ, അതങ്ങ് മാറ്റിക്കളയുക. ഇത് നേരത്തെ ഞാൻ മാറ്റിയെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 തുള്ളി ഡിഷ് വാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം നിറച്ചെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അപ്പോൾ ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ കഴിയും ആ കുപ്പി നന്നായിട്ട് വൃത്തിയാകുന്നത്. അതിൻ്റെ എണ്ണമെഴുക്കൊക്കെ പോയി കുപ്പിയുടെ ആ ചാറിൻ്റെ ഇതെല്ലാം നന്നായിട്ട് ഈ ടിഷ്യൂ എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ വെള്ളം അങ്ങ് കളയുക. കണ്ടില്ലേ, ടിഷ്യൂ നന്നായിട്ട് കളറൊക്കെ പിടിച്ചെടുത്തത് കാണാം. കുപ്പി നല്ല ക്ലീനായി ഇരിക്കുന്നത് കാണാം. എന്നിട്ട് നമ്മൾ കുപ്പി നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ കുപ്പി നന്നായിട്ട് വൃത്തിയായത് കണ്ടില്ലേ. എന്നിട്ട് ആ അടപ്പിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു കളർ കാണാം അച്ചാറിൻ്റെ. അത് നമുക്ക് ഒന്ന് സ്ക്രബ്ബർ വെച്ച് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഈ കുപ്പി നമുക്ക് ഇനി റീയൂസ് ചെയ്യാം. കടുക്, ജീരകം, അങ്ങനെയുള്ള എള്ള് ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അച്ചാർ കുപ്പിക്ക് ഒരു ഗന്ധമുണ്ടാവും. ഈ അച്ചാർ ഇട്ട് ഏത് കുപ്പിയാണെങ്കിലും നമ്മൾ മണപ്പിച്ച് നോക്കുമ്പോൾ ആ അച്ചാറിൻ്റെ മണം നിന്ന് നമുക്ക് സ്മെല്ല് എടുക്കുന്നത് കാണാം. അത് വരാതിരിക്കാനുള്ളൊരു ട്രിക്കാണ്. കുപ്പി നന്നായിട്ട് തോർത്ത് വെച്ച് ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു തീപ്പെട്ടി കൊള്ളി കത്തിച്ച് ഇട്ട് കൊടുക്കുക. ആ തീയോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് തുറക്കുക. അടപ്പ് തുറക്കുമ്പോൾ കുപ്പിക്കകത്ത് നിന്ന് പുക വരുന്നത് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ തീപ്പെട്ടിക്കൊള്ളി പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് ഇട്ട് കഴിയുമ്പോൾ അതിൽ പുക എടുക്കില്ലേ, ആ പുക അത്രയും ആ സ്മെല്ല് വലിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്ന് എന്തെങ്കിലും തുണി വെച്ച് ഒന്നും കൂടി ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ജീരകമോ കടുകോ എള്ളോ എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചാൽ ഒരു മണവും എടുക്കില്ല കേട്ടോ. നല്ല അച്ചാർ കുപ്പിയാണെന്ന് പറയുകയില്ല. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണേ. അടുത്തതായി നമ്മൾ തമ്മിയിൽ കണ്ടതുപോലെ ഒരു സേഫ്റ്റി പിൻ എടുക്കുക. അതിലേക്ക് ഒരു നല്ല മുളകിൻ്റെ കുരു ഇതുപോലെ ഒന്ന്
ടച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ചോ അല്ലെങ്കിൽ തീപ്പെട്ടി കൊള്ളി ഒന്ന് കത്തിച്ചോ ഈ നല്ല മുളക് ഒന്ന് കത്തിച്ചെടുക്കുക. നല്ല മുളക് ഒന്ന് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് അണച്ചു കൊടുക്കാൻ വേണ്ടി തീ അങ്ങ് അണച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് പുക എടുക്കുന്നത് കാണാം. ഈ പുക നമ്മൾ ശ്വസിച്ചാൽ ജലദോഷം, കഫക്കെട്ട്, തൊണ്ടവേദന, അലർജി എന്നിവ എല്ലാം പാടെ പെട്ടെന്ന് കുറയും കേട്ടോ. നല്ലൊരു ശമനം കിട്ടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്തത്, നമ്മൾ കുറച്ച് റബ്ബർ ബാൻഡൊക്കെ ഒരു ടിന്നിനകത്തൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞ് എടുക്കുമ്പോൾ അത് പശ ആയി ഉരുണ്ട് കൂടിയൊക്കെ ഇരിക്കുന്നത് കാണാം. പിന്നെ നമ്മളത് കളയാറാണ് പതിവ്. അങ്ങനെ കളയാതെ ഇരിക്കാനും ആ റബ്ബർ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ടിപ്പാണേ. അപ്പോൾ റബ്ബർ ബാൻഡ് ഒരു ടിന്നിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും പൗഡർ ഇതിലേക്ക് കുറച്ച് തൂവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ടിന്നോട് കൂടി നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തുറന്നിട്ട് ആ പൗഡർ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്ര കാലം ഇത് സൂക്ഷിച്ചാലും ഇത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നമുക്ക് കൂടെ ഇതൊന്ന് ആ പൗഡർ മാറ്റിയിട്ട് വീണ്ടും കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കേ. അടുത്ത ടിപ്പ്, നമ്മുടെ നെയിൽ കട്ടറൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പെടുത്ത് മൂർച്ചയൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഇത് നഖം കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ അതിൻ്റെ മൂർച്ച കൂട്ടാനുള്ളൊരു ടിപ്പാണേ. മുട്ട നമ്മൾ പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ തോട് കഴുകി ഉണക്കി വെക്കാറില്ലേ? അപ്പോൾ അത് 2 തോട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഈ നെയിൽ കട്ടർ വെച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല അതിൻ്റെ കട്ടറിൻ്റെ വാത്തല ഭാഗം നന്നായിട്ട് മൂർച്ച കൂടും. അതങ്ങ് തീരുന്നത് വരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നെയിൽ കട്ടർ നന്നായിട്ട് വാത്തല ഭാഗം നന്നായിട്ട് മൂർച്ച വരും കേട്ടോ. പിന്നെ നമുക്ക് നഖമൊക്കെ നന്നായിട്ട് വെട്ടാൻ പറ്റും. അതുപോലെ തന്നെ കത്രികയായിരുന്നാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് മൂർച്ച കൂടും ഇതുപോലെ ചെയ്താൽ. ഈ കട്ട് ചെയ്ത മുട്ടത്തോട് നമുക്ക് ചെടിയുടെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ റോസയൊക്കെ ആണെങ്കിൽ നല്ല കളറായിട്ട് പൂവിരിയും കേട്ടോ. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ മുട്ടത്തോട് വെച്ച് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡൊക്കെ മൂർച്ച നന്നായിട്ട് കൂട്ടാൻ കേട്ടോ. അത് ഈ ജാറ് എടുത്തിട്ട് അതിലേക്ക് തോട് നിറച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ മുട്ടത്തോട് മാറ്റിയിട്ട് അത് നമുക്ക് ചെടിയുടെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ജാറ് നോക്കിയേ, നല്ല വെട്ടി തിളങ്ങുന്നത് കാണാം. ആ ബ്ലേഡൊക്കെ നന്നായിട്ട് മൂർച്ച കൂടി ജാറൊക്കെ നന്നായിട്ട് അഴുക്കൊക്കെ മാറി നല്ല വെട്ടി തിളങ്ങുന്നത് കാണാം. നല്ല അഴുക്കൊക്കെ മാറ്റാനും നല്ലൊരു ഉപാധിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുകയെ. ഈ പൊടിച്ച മുട്ടത്തോട് നമുക്ക് ചെടിയുടെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ പൂവൊക്കെ നല്ല കളറായിട്ട് വരുവേ. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ ജാറ് നല്ല വെട്ടി തിളങ്ങുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.